المدرسة الربانية. كونوا ربانيين. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നല്ല തൗഫീഖ് നൽകട്ടെ. ഷെയ്ഖ് സാലിം അത്വീൽ ഹഫിദഹുല്ലാഹ് ഓരോ മുസ്ലിമും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും അതിൻ്റെ വിശദീകരണവുമാണ് ഔനുൽ ഗഫാർ എന്ന ഈ ഗ്രന്ഥത്തിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 7 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ വായിക്കുകയുണ്ടായി. 8ാമത്തെ ചോദ്യമാണ് ഇനി വായിക്കാനുള്ളത്. അസ്സുആലു ത്സാമിൻ മാ കലിമത്തു തൗഹീദി വമാ മഅനാഹ. എന്താണ് കലിമത്തു തൗഹീദ്? അതേപോലെ തന്നെ എന്താണ് അതിൻ്റെ ആശയം, അതിൻ്റെ അർത്ഥം എന്താണ്? ഇതാണ് ചോദ്യം. ഇത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. കലിമത്തു തൗഹീദ് ഏതാണ്, അതിൻ്റെ അർത്ഥം എന്താണ്? അതിനുള്ള ഉത്തരം അൽ ജവാബ് കലിമത്തു തൗഹീദ് ഹിയ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് കലിമത്തു തൗഹീദ്, നമുക്കറിയാം. അതിന്റെ അർത്ഥം വമഅനാഹ ലാ മഅബൂദ ഹഖ്ഖുൻ ഇല്ലല്ലാഹ് എന്നതാണ്. ലാ മഅബൂദ ഹഖ്ഖുൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ യഥാർത്ഥ ആരാധ്യനായിട്ട് ആരും തന്നെയില്ല. ഹക്കായ അർഹതപ്പെട്ടതായ ഒരു മഅബൂദുമില്ല, ആരാധ്യനുമില്ല. ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ശൈഖ് അവർ പറയുന്നു, കലിമത്തു തൗഹീദി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ കലിമത്തു തൗഹീദ് അത് കലിമത്തുൻ അദീമത്തുൻ, വളരെ മഹത്വമുള്ള ഒരു വാക്യമാണ്, വളരെ ഗൗരവമേറിയ പ്രാധാന്യമുള്ള ഒരു വാക്യമാണ്. അർസലല്ലാഹു അസ്സ വജല്ല ബിഹാ ജമീഅ റുസുലി. അത് മുഖേനയാണ് എല്ലാ മുർസലീങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പ് നടത്തുകയും മനുഷ്യനെ ഭൂമിയിലേക്ക് നിയോഗിക്കുകയും അങ്ങനെ ധാരാളക്കണക്കിന് മുർസലീങ്ങൾ നിയോഗിച്ചിട്ടുണ്ട്. ഈ മുർസലീങ്ങളെല്ലാം നിയോഗിച്ചത് ഈ ഒരു കലിമത്തുമായിട്ടാണ്. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഒരായത്തിൽ പ്രകാരം കാണാം, കമാ ഖാല തആല വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂൽ. നബിയെ, താങ്കൾക്ക് മുമ്പ് ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, നാം അവർക്ക് ആ റസൂലിന് വഹി നൽകിയിട്ടല്ലാതെ. എന്താണ് വഹി നൽകിയത്? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഇബാദത്തിന് അർഹനായിട്ടാരും തന്നെയില്ല. അതുകൊണ്ട് ഫഅ്ബുദൂനി, എനിക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം, എനിക്ക് മാത്രമായിരിക്കണം നിങ്ങളുടെ ഇബാദത്തുകൾ. ഇത് വഹി നൽകിക്കൊണ്ടല്ലാതെ ഒരു റസൂലിനെയും
താങ്കൾക്ക് മുമ്പ് നാം അയച്ചിട്ടില്ല. അപ്പൊ ഇതാണ് അമ്പിയാക്കന്മാരുടെ മുസ്ലിങ്ങളുടെ ദഅവത്തിന്റെ, അവരുടെ പ്രബോധനത്തിന്റെ കേന്ദ്രബിന്ദു ഇതാണ്. ഇതിനാണ് അവരെ നിരൂപിച്ചത്. വഖാല തആല, മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, എല്ലാ സമൂഹങ്ങളിലേക്കും ഉമ്മത്തുകളിലേക്കും നാം റസൂലിനെ അയച്ചിട്ടുണ്ട്. എന്താണ് അവരോട് കൽപ്പിച്ചിരിക്കുന്നത്? അനിഅബുദുല്ലാഹ വജ്തനിബു ത്വാഗൂത്ത്. അവരെല്ലാം അവരുടെ ജനതയോട് പറഞ്ഞു ഇങ്ങനെയാണ്, നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം. ത്വാഗൂത്തുകളെ, അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന ആരാധ്യരെ മുഴുവനും നിങ്ങൾ എന്ത് ചെയ്യണം? വെടിയണം, വർജിക്കണം. ഇതാണ് ഈ അമ്പിയാക്കൾ മുഴുവനും എല്ലാ സമൂഹങ്ങളിലേക്കും പറഞ്ഞത്. ഇവിടെ എല്ലാ മുസ്ലിങ്ങളുടെയും ദഅവത്തിന്റെ അടിസ്ഥാന പ്രമേയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. എന്നിട്ട് മുസന്നിഫ് പറയുകയാണ്, വഖദ് ഇത്തഫഖത് ജമീഉ റുസുലി അല ദഅവതി ഇലാ അർബഅതി ഉമൂരി. എല്ലാ മുസ്ലിങ്ങളും അവർ ഏകോപിച്ചിട്ടുണ്ട്. ഏത് കാര്യത്തിലാണ്? 4 കാര്യങ്ങളിലേക്കുള്ള അവരുടെ ദഅവത്ത്. എല്ലാ മുസ്ലിങ്ങളും 4 കാര്യങ്ങളിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നാണ്. ഒന്നാമത്തെ ഇത് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. അപ്പോൾ അതിൽ അൽ അംറുൽ അവ്വൽ അദ്ദഅവതു ഇലാ തൗഹീദില്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. ഇതാണ് എല്ലാ അമ്പിയാക്കന്മാരുടെയും ഒന്നാമത്തെ ദൗത്യം, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കലാണ്. അപ്പോൾ ഇതെല്ലാം മുസ്ലിങ്ങളും നിർവഹിച്ചിട്ടുണ്ട്. അത് കൂടാതെ എല്ലാ അമ്പിയ മുസ്ലിങ്ങളും ജനങ്ങളെ ക്ഷണിച്ച മറ്റൊരു പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ കൂടിയുണ്ട്. അത് ഈ സന്ദർഭത്തിൽ മുസന്നിഫ് ഇവിടെ ഉണർത്തുന്നതാണ്. ഒന്ന് തൗഹീദാണെങ്കിൽ അൽ അംറുൽ സാനി, രണ്ടാമത്തെ കാര്യം ത്വാഅത്തുർ റസൂൽ, ആ റസൂലിന് അനുസരിക്കണം എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കണം. ഏത് റസൂലിനെയാണോ ആ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ടത് ആ റസൂലിനെ അനുസരിക്കുക എന്നുള്ളതും ആ മുസ്ലിങ്ങൾ നടത്തിയ പ്രബോധനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ മുസ്ലിങ്ങളും അതിലേക്ക് ദഅവത്ത് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ് മുസ്ലിങ്ങളെ അനുസരിക്കണം എന്ന് പറയാൻ കാരണം? ലിഅന്ന റസൂല ഹുവ വാസിതതു തബ്ലീഗിൻ ബൈന അല്ലാഹി തആല വ ബൈന ഇബാദിഹി. കാരണം ആ റസൂലാണ് അള്ളാഹുവിന്റെയും അവന്റെ അടിമകളുടെയും ഇടയിലുള്ളതായ വാസിത്വ. എന്നാൽ വാസിത്വ എന്ന് പറഞ്ഞാൽ ഒരു ഇടനിലക്കാരൻ. എന്തിനാണ് ആ ഇടനിലക്കാരൻ? തബ്ലീഗ്, വാസിത്വത്തു തബ്ലീഗിൻ ബൈന അല്ലാഹ്, അള്ളാഹുവിന്റെ ഇടയിലും അവന്റെ അടിമകളുടെ ഇടയിലും അള്ളാഹുവിന്റെ ശരീഅത്തിനെ എത്തിച്ചു കൊടുക്കുന്നതിലുള്ള ഇടനിലക്കാരനാണ് മുസ്ലിങ്ങൾ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ആരെങ്കിലും അള്ളാഹുവിന്റെയും അടിമകളുടെയും ഇടയിൽ ദീനിനെ മനസ്സിലാക്കാൻ ഇങ്ങനെ ഒരു വാസിത്വം സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവന്റെ വിശ്വാസം ശരിയല്ല, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അള്ളാഹുവിന്റെയും അവന്റെ അടിമകളുടെയും ഇടയിൽ ഒരു വാസിത്വമുണ്ട്, ഒരു ഇടനിലക്കാരനുണ്ട്. എന്തിന്റെ കാര്യത്തിലാണ്? ദീൻ പഠിപ്പിക്കാനാണ്. ദീൻ പഠിപ്പിക്കാൻ ഈ ഒരു ഇടനിലക്കാരൻ ആവശ്യമാണ്. അതില്ലാതെ ദീൻ പഠിക്കാൻ പറ്റൂല. ഒരാള് അവന്റെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ച് അതനുസരിച്ച് ദീൻ ഫോളോ ചെയ്യാതെ നടക്കുന്ന കാര്യമല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും ഷെയ്ഖ് പറഞ്ഞു, അങ്ങനെയല്ല. ദീൻ ജനങ്ങളിലേക്ക് എത്തുന്നത് മുസ്ലിങ്ങൾ വഴിയാണ്, അമ്പിയ മുസ്ലിങ്ങൾ വഴിയാണ്. അപ്പോൾ ദീൻ പഠിക്കുന്ന കാര്യത്തിൽ ഇടയിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒരു ഇടനിലക്കാരനുണ്ട്. അതിനൊരാൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അവൻ മുസ്ലിം അല്ല. ഈമാനിന്റെ അർക്കാനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ത്? അൽ ഈമാനു ബിറുസുലിഹി, മുർസലീങ്ങളിലുള്ള വിശ്വാസം. ഇത് ഏത് നിലയിലാണ് അള്ളാഹുവിന്റെയും അടിമകളുടെയും ഇടയിൽ ഇടയാളനാവുക? അവർ ദീനിനെ പഠിപ്പിക്കുന്ന കാര്യത്തിലാണ്. ദീൻ അവരിൽ നിന്നാണ് പഠിക്കേണ്ടത്. എന്നാൽ അള്ളാഹുവിന്റെയും അടിമകളുടെയും ഇടയിൽ ഒരു ഇടയാളനെ അവന് ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ ആരെങ്കിലും വെച്ചാൽ അതും ദീനിൽ നിന്ന് പുറത്തു പോകണം. ദീൻ പഠിക്കാൻ ഈ ഒരു ഇടയാളനെ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അവനും ഇസ്ലാമിന് പുറത്താണ്. എന്നാൽ അള്ളാഹുവിന് ഇബാദത്തുകൾ അർപ്പിക്കുന്ന കാര്യത്തിൽ അതിനിടയിൽ വേറെ ആരെങ്കിലും വെക്കാണോ? അത് പാടില്ല. അങ്ങനെ ആരെങ്കിലും വെച്ചു കഴിഞ്ഞാൽ അവരും എന്താണ്? ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താണ്. ഇത് രണ്ടും വളരെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ടതാണ്. അഹ്ലു സുന്നയുടെ ഉലമാക്കൾ വിഷയം ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, വേർതിരിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഈ ഇടയാളൻ
നിയമപരമായിട്ട് ഉള്ള ഇടയാളനെ എന്ത് ചെയ്യുന്നു, പാടില്ലാത്തതിലേക്ക് പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടിച്ചേർക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളിൽ കാണാം, നബിയെ താങ്കളോട് അവർ ചോദിക്കുന്നു പർവ്വതങ്ങളെ കുറിച്ച്, ഹൈദിനെ കുറിച്ച്, ഖിയാമത്ത് നാളിനെ കുറിച്ച്, ഇങ്ങനെ പല കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അവിടെയെല്ലാം അള്ളാഹു മറുപടി കൊടുക്കുന്ന ഒരു ശൈലിയില്ല. പൊൽ, നബിയെ പറഞ്ഞു കൊടുക്കുക. ചില സ്ഥലത്ത് ഫഖുൽ, ഉടനെ തന്നെ പറഞ്ഞു കൊടുക്കണം. കാരണം വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ഉടനെ തന്നെ അള്ളാഹു പറഞ്ഞു കൊടുക്കുക, ഉടനെ തന്നെ പറഞ്ഞു കൊടുക്കുക. എല്ലാ സ്ഥലങ്ങളിലും നബിയെ താങ്കളോട് അവർ ചോദിക്കുന്നുണ്ട് എന്ന് തുടങ്ങുന്ന ശൈലിയിൽ വന്നിരിക്കുന്ന ആയാത്തുകളിലെല്ലാം അള്ളാഹു പറയാണ് നബിയോട്, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണം. കാരണം അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആരാണ്? താങ്കളുടെ ദൗത്യമാണ്. താങ്കളിലൂടെയാണ് അവർക്ക് ദീൻ കിട്ടേണ്ടത്. അപ്പൊ ദീൻ കിട്ടുന്ന കാര്യത്തിൽ ഇടയാളം ആര് തന്നെയാണ്? എന്നാൽ പരിശുദ്ധ ഖുർആനിൽ ഒരു ചോദ്യമുണ്ട്. എന്താണത്? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ. അവർ എന്നെ സംബന്ധിച്ച് നബിയെ താങ്കളോട് ചോദിച്ചാൽ അവിടെ അള്ളാഹു ഫഖുൽ, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണമെന്ന് പറയണില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നബിയെ താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പറയണില്ല. അവിടെ ഉത്തരം ആര് തന്നെ നേരിട്ട് പറയണം? അള്ളാഹ് തന്നെ നേരിട്ട് പറയണം. ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. എന്നോട് ദുആ ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ഉത്തരം കൊടുക്കും ഞാൻ, അവർക്ക് ഞാൻ സമീപസ്ഥനാണ് എന്നുള്ള നേരിട്ട് മറുപടി പറയാം. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ഇബാദത്തിന്റെ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെയും അടിമകളുടെയും ഇടയിൽ ഒരു ഇടനിലക്കാരന്റെയും ആവശ്യമില്ല എന്ന് അള്ളാഹു പറയുന്നത് പോലെയുണ്ട് ഇത് എന്ന് മുഫസ്സിരീങ്ങൾ, അതിൽ മുൻഗാമികളായ മുഫസ്സിരീങ്ങൾ എന്ന് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഫഖ്റുദ്ദീൻ റാസിയെ പോലുള്ളതായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, പല സ്ഥലത്തും പറയുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ദീൻ പഠിക്കുന്ന കാര്യത്തിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? മുസ്ലിങ്ങളെ അംഗീകരിക്കേണ്ടതുണ്ട്, അവരനുസരിക്കേണ്ടതുണ്ട്. അവരെന്ത് സന്ദേശമാണ് നമുക്ക് എത്തിച്ചു തന്നത് അതിനനുസരിക്കണം. അതുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കുന്നതിനോട് കൂടെ തന്നെ അവർ ക്ഷണിച്ചിരുന്ന രണ്ടാമത്തെ കാര്യം എന്താണ്? ത്വാഅത്തുർ റസൂൽ. റസൂൽ എന്ത് ചെയ്തിരിക്കണം? അനുസരിച്ചിരിക്കണം. ആ റസൂൽ എന്താണ് പഠിപ്പിച്ചത് ദീനായിട്ട്, അതാണ് നിങ്ങൾ അനുഷ്ഠിക്കേണ്ടത്. നിങ്ങളുടെ ബുദ്ധിയിൽ തോന്നുന്നത് പോലെയല്ല, അല്ലെങ്കിൽ ആരെങ്കിലും പഠിപ്പിച്ചതുപോലെയല്ല, നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടതിന്റെ പോലെ അടിസ്ഥാനത്തിലല്ല ദീൻ സ്വീകരിക്കേണ്ടത്. ദീൻ സ്വീകരിക്കേണ്ടത് എന്താണോ റസൂൽ നിങ്ങളെ പഠിപ്പിച്ചത് അതനുസരിച്ചാണ്. ഒമൻ അത്വാഅ റസൂല ഫഖദ് അത്വാഅ അല്ലാഹ്. ആരാണോ ആ റസൂലിനെ അനുസരിക്കുന്നവൻ അവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ അനുസരിച്ചിരിക്കുന്നു. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ, മൻ യുതിഉർ റസൂല ഫഖദ് അത്വാഅ അല്ലാഹ്. ആരാണോ ഈ റസൂലിനെ അനുസരിക്കുന്നവൻ അവൻ അള്ളാഹുവിനെയാണ് ചെയ്തിരിക്കുന്നത്, അനുസരിച്ചിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാ മുസ്ലിങ്ങളും ചെയ്തത് ദഅവത്താണ്. എല്ലാ മുസ്ലിങ്ങളും ചെയ്ത 4 ദഅവത്തിൽ രണ്ടാമത്തേതാണ്. ഒന്നാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. രണ്ടാമത്തേത് ആ റസൂലിനെ എന്ത് ചെയ്യേണ്ടതുണ്ട്? അനുസരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം തഖ്വല്ലാഹി അസ്സ വജല്ല, അല്ലാഹു തആലക്ക് തഖ്വ ചെയ്യണം എന്നുള്ളതാണ്. എല്ലാ മുസ്ലിങ്ങളും ദഅവത്ത് ചെയ്ത മൂന്നാമത്തെ കാര്യമാണ്. അമ്പിയാക്കന്മാരുടെ വസിയ്യത്തുകളാണത് തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത്. തഖ്വ കൊണ്ട് വസിയ്യത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ നിരന്തരം വിശ്വാസികളെ വസിയ്യത്ത് ചെയ്ത കാര്യവുമാണത്. അള്ളാഹുവിനെ തഖ്വ ചെയ്യണം. തഖ്വയുടെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം, ഒരാളുടെ ജീവിതത്തിൽ ജീവിത വിജയത്തിന്റെ നിദാനം തഖ്വ കൂടിയിട്ടാണ്. തൗഹീദ് കഴിഞ്ഞാൽ റസൂലിനെ അനുസരിച്ചാൽ അതെല്ലാം ഇതിനുമായി ബന്ധപ്പെട്ടെടുക്കുന്നതാണ്. നിരന്തരം ചെയ്യേണ്ട കാര്യമാണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ കഴിവിന്റെ പരമാവധി പിൻപറ്റലാണ്, നിരോധനങ്ങളിൽ നിന്ന് മാറി നിൽക്കലാണ് പൂർണ്ണമായി. ഇതാണ് തഖ്വ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എത്രത്തോളം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവോ അത്രത്തോളം അവന്റെ ജീവിതം സന്തോഷമായിരിക്കും, അവന്റെ കുടുംബം സന്തോഷമായിരിക്കും, അവന്റെ ജോലി സന്തോഷത്തിലായിരിക്കും, അവന്റെ ബിസിനസ് സന്തോഷത്തിലായിരിക്കും. എവിടെയാണോ ഇതില് പോറൽ വരുന്നത് അവിടെ എന്ത് ചെയ്യും? കുഴപ്പമൊന്നും ഉണ്ടാവും. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, 2 പേർ തമ്മിൽ പരസ്പരം സ്നേഹിക്കുന്നില്ല. അങ്ങനെ സ്നേഹിക്കുകയും അവർ തമ്മിൽ എന്ത് ചെയ്യുന്നു? ആ സ്നേഹബന്ധത്തിന് ഇടർച്ച സംഭവിക്കുന്നു എങ്കിൽ അതിന് കാരണം രണ്ടാലൊരാൾ തഖ്വ ലംഘിച്ചതാണ്. രണ്ടാലൊരാൾ അള്ളാഹുവിനെ ധിക്കരിച്ചു, ഒരു പാപം ചെയ്തു. അതുകൊണ്ടായിരിക്കും ആ ബന്ധത്തിൽ എന്തുണ്ടാവുക? ഇടർച്ച ഉണ്ടാവുക. തഖ്വ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സ്ഥലങ്ങളിലും, ഖുതുബകളിലും മറ്റു മേഖലകളിലെല്ലാം നിരന്തരം വസിയ്യത്ത് ചെയ്ത് തഖ്വയാണ്. മുസ്ലിമീങ്ങൾ അവരുടെ സമൂഹത്തോട് തഖ്വ കൊണ്ട് കൽപ്പിച്ചു.
അള്ളാഹുവിന് തഖ്വ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അൽ ഇസ്തിഖാമത്തു അലാ ത്വാഅത്തില്ലാഹി സുബ്ഹാനഹു വ തആല, അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ എന്ത് ചെയ്യലാണ്? നിരന്തരം സ്ഥൈര്യത്തോടെ ഉറച്ചു നിൽക്കലാണ്. എങ്ങനെയാണത്? ബിംതിസാലി അവാമിരിഹി റജാഅ സവാബില്ലാഹി തആല, അള്ളാഹുവിന്റെ പ്രതിഫലത്തെ കാക്ഷിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകൾക്ക് അനുസരിക്കുക. അതേപോലെ വജ്തിനാബി നവാഹിഹി ഖൗഫൻ മിൻ അദാബില്ലാഹി തആല, അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? നിരോധനങ്ങളെ വെടിയുകയും ചെയ്യുക. ഇതാണ് തഖ്വ. അള്ളാഹുവിന്റെ ശിക്ഷത്തെ കാക്ഷിക്കേണ്ടതുണ്ട്, അതേപോലെ തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്? അള്ളാഹുവിന്റെ ശിക്ഷ പേടിക്കേണ്ടതുണ്ട്. ഇത് രണ്ടും വിശ്വാസത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഘടകങ്ങളാണ്. ഇബാദാത്തുകളുടെ ആന്തരികമായ റുക്കിനിൽപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട റുക്കിനാണ് പേടിയും അതേപോലെ തന്നെ പ്രതീക്ഷയും. ഇത് നഷ്ടപ്പെട്ടാലും അപകടമാണ്. ഇതെവിടെയാണോ ശരിയാകുന്നത് അതിന് ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കാം. പേടിയും അതേപോലെ തന്നെ എന്ത് വേണം? പ്രതീക്ഷയും വേണം. ഇത് നഷ്ടപ്പെടുന്നിടത്ത് എന്ത് ചെയ്യും? അഹ്ലുസുന്നയുടെ വഴിയിൽ നിന്ന് വ്യതിചലിക്കും. അഹ്ലുസുന്നയുടെ വഴിയിൽ നിന്ന് വ്യതിചലിച്ച ഏത് കക്ഷിയുടെ തുല്യം ഈ രണ്ടാമത് എന്ത് ചെയ്തിട്ടുണ്ടാവും? വ്യതിചലിച്ചിട്ടുണ്ടാവും. അപ്പൊ അള്ളാഹുവിനെ പേടിക്കുക, അവന്റെ ശിക്ഷയെ പേടിക്കുക, പേടിച്ചിട്ട് എന്ത് ചെയ്യുക? നിരോധനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. പേടി തന്നെയായ പ്രശ്നമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ റഹ്മത്തിൽ, അവന്റെ മഗ്ഫിറത്തിൽ പ്രതീക്ഷ അർപ്പിക്കുക. ഇതും രണ്ടും അനിവാര്യമാണ്. ഇങ്ങനെ ഇതും രണ്ടും എന്ത് ചെയ്യുക? പ്രതീക്ഷയും പേടിയും വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുകയും നിരോധനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യും. ഇതാണ് തഖ്വ എന്ന് പറയുക. ഇതാണ് മൂന്നാമത്തെ കാര്യം. അമ്പിയാക്കൾ എല്ലാവരും ദഅവത്ത് ചെയ്ത മൂന്നാമത്തെ കാര്യം ഇതാണ്. നാലാമത്തെ കാര്യം അൽ ഇസ്തിഗ്ഫാർ, പാപമോചനം, പ്രാർത്ഥന നടത്തലാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പാപമോചന പ്രാർത്ഥന എന്നുള്ളത് ഇപ്പോൾ എത്ര സൂക്ഷ്മത ഒരാൾ പുലർത്തുന്നവരാണെങ്കിലും അവനിലും ഒന്നുണ്ടാകാം, തെറ്റ് സംഭവിക്കാം. ആളുകളുടെ ഒരു തെറ്റായ ധാരണയുണ്ട്. ഒരാൾ തഖ്വയുള്ളവരാകണമെങ്കിൽ, സൂക്ഷ്മതയുള്ള ആളാകണമെങ്കിൽ അവൻ ഒരു പാപവും സംഭവിക്കാൻ പാടില്ല എന്നൊരു തെറ്റായ ധാരണയുണ്ട്. അങ്ങനെയല്ല. മനുഷ്യനാണെങ്കിൽ എന്ത് ചെയ്യും? അവന് തെറ്റ് സംഭവിക്കും. മുർസലീങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അവരിൽ നിന്ന് എന്ത് ചെയ്യില്ല? കാവൽ കൊടുത്തിട്ടുണ്ട്, സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. വലിയ പാപങ്ങൾ അവരിൽ നിന്ന് സംഭവിക്കുകയില്ല. എന്നാൽ ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്നുണ്ടാകാം, തെറ്റുണ്ടാകാം. അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീൻ, നിരന്തരം തൗബ ചെയ്യുന്നവരെ അള്ളാഹു ചെയ്യുന്നു, ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പോ തെറ്റ് ചെയ്തു അവൻ പശ്ചാത്തപിക്കണം. പശ്ചാത്തപിക്കുന്നവരെ അള്ളാഹു ഇഷ്ടമാണ്. പശ്ചാത്താപം മുഖേന വലിയ അത്ഭുതങ്ങൾ നടക്കുന്നതാണ്. ഒരാളൊരു തിന്മ ചെയ്തു, അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു. എന്നാൽ ശരിയായ പശ്ചാത്താപമാണെങ്കിൽ അവൻ തിന്മ ചെയ്യാത്തവനെ പോലെയാണ്. ആ തിന്മ അവൻ ചെയ്തിട്ടില്ല, വലിയ അത്ഭുതമാണ്. എന്ന് മാത്രമല്ല, അവൻ ചെയ്ത തിന്മയെ നന്മയായിട്ട് അള്ളാഹു ചെയ്യും, രേഖപ്പെടുത്തും. എത്ര വലിയ ഫളലാണ്! ഒരാൾ തിന്മ ചെയ്തു, തൗബ ചെയ്ത് മടങ്ങിക്കഴിഞ്ഞാൽ ആ തിന്മ ചെയ്യാത്തവനെ പോലെയാണ് എന്ന് മാത്രമല്ല, ആ തിന്മ ചെയ്യും നന്മയായിട്ട് മറിക്കപ്പെടും. സൂറത്തുൽ ഫുർഖാനിൽ എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ഇസ്തിഗ്ഫാർ പ്രധാനമാണ്. തിന്മ തീരെ സംഭവിക്കാത്തവരാണ് മുത്തഖീങ്ങൾ എന്നുള്ളത് എന്താണ്? അത് തെറ്റായ ധാരണയാണ്. അള്ളാഹു തഖ്വയുള്ള മുത്തഖീങ്ങളെ സംബന്ധിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ. അവർക്ക് ഇടർച്ച സംഭവിച്ചാൽ അവർ എന്ത് ചെയ്യും? അള്ളാഹുവിനോട് തൗബ ചെയ്യും എന്ന് തഖ്വയുള്ള ആളുകളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. എല്ലാ മുസ്ലിങ്ങളും അവരുടെ സമൂഹങ്ങളെ ഇസ്തിഗ്ഫാറിലേക്ക്, പാപമോചനത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കാരണം എന്താ? കാരണം മനുഷ്യർ അവൻ എത്രയധികം പരിശ്രമങ്ങൾ നടത്തിയാലും അള്ളാഹുവിന്റെ തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് എത്രയധികം പരിശ്രമിച്ചാലും ആഗ്രഹം വെച്ച് പുലർത്തിയാലും അവനിൽ വീഴ്ചകൾ ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമാണ്. കുറവുകൾ അവനെന്ത് ചെയ്യും? സംഭവിക്കും. ഇത് കൂടാതെ കഴിയില്ല. ലാബുദ്ധ എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റില്ല, കൂടാതെ കഴിയുകയില്ല. അതായത് കുഴപ്പങ്ങളും ന്യൂനതകളും പാപങ്ങളും സംഭവിക്കുക എന്നുള്ള മനുഷ്യപ്രകൃതമാണ്. ഇത് സംഭവിച്ചിരിക്കുക തന്നെ ചെയ്യും. പക്ഷെ മനുഷ്യപ്രകൃതമാണെന്ന് കരുതിയിട്ട് ഒരാൾക്ക് വഴിതെറ്റി അതിലൂടെ തന്നെ പോവുക എന്നുള്ളതല്ല മനുഷ്യപ്രകൃതമല്ല. അത് തിരിച്ചറിയേണ്ട കാര്യമാണ്. പല ആളുകൾക്ക് സംഭവിക്കുന്ന കാര്യമാണ്. അവർ ചെറിയൊരു പാപത്തിൽ പെട്ടുപോകും. പാപത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ആളുകളുടെ ധാരണ നശിച്ചുപോയി.
എന്ന ധാരണയിൽ എന്ത് ചെയ്യും, വീണ്ടും അതിൽ തുടരും. തിരിച്ചു വരാൻ ചിലപ്പോൾ ചില ആളുകൾ കൂട്ടാക്കൂല. ഇത് വലിയ അപകടമാണ്. നമ്മളിപ്പോൾ ഒരു യാത്ര ചെയ്യാണ്, യാത്രയിൽ എന്ത് ചെയ്തു, വഴിതെറ്റിപ്പോയി, അല്ലെങ്കിൽ അവൻ്റെ വാഹനത്തിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് സംഭവിച്ചു, എന്ത് ചെയ്യും? അതവിടെ ഇട്ടിട്ട് യാത്ര അവസാനിപ്പിക്കില്ലോ, യാത്ര തുടരും. യാത്ര തുടരാനുള്ള മാർഗങ്ങൾ കണ്ടെത്തും. കാരണം അവൻ ലക്ഷ്യത്തിൽ എത്തിച്ചേരേണ്ടതുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിലേക്ക് ഒരാൾ സഞ്ചരിക്കാൻ വഴി തെറ്റാൻ ചിലപ്പോൾ വഴി തെറ്റിക്കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു വരിക എന്നുള്ളതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. ഏതൊക്കെയായാലും തെറ്റ് സംഭവിച്ചു, എന്നാൽ പിന്നെ ഇനി അങ്ങനെ തന്നെ പോകാം എന്ന് കരുതാൻ പാടില്ല. ഇത് വലിയ അബദ്ധമാണ്. തെറ്റ് സംഭവിച്ചാലും ചെയ്യുക, തിരിച്ചു വരിക എന്നുള്ളതാണ് വിശ്വാസം ചെയ്യേണ്ടത്. കാരണം ഏതൊരു മനുഷ്യനും ചെയ്യും, വീഴ്ചപറ്റും. ولهذا لما طلب أبو بكر الصديق رضي الله عنه من النبي صلى الله عليه وسلم, അതുകൊണ്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ആവശ്യം ഉന്നയിച്ചു. ആവശ്യം ഇതാണ്: ഫഖാൽ അല്ലിംനി ദുആഅൻ അദ്ഉ ബിഹി ഫി സ്വലാത്തി, നബിയെ എനിക്ക് ഒരു ദുആ പഠിപ്പിച്ചു തരണം, ഒരു പ്രാർത്ഥന എനിക്ക് പഠിപ്പിച്ചു തരണം. ഞാൻ ആ പ്രാർത്ഥന നമസ്കാരത്തിൽ നടത്തും. എനിക്ക് നമസ്കാരത്തിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തരണം. പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരണം. ഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഖുൽ, താങ്കൾ പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കബീറ, ചില റിപ്പോർട്ടിൽ കസീറ. അല്ലാഹുവേ, ഞാൻ എൻ്റെ നഫ്സിനോട് അക്രമം ചെയ്തു പോയി, പാപം ചെയ്തു പോയി. എങ്ങനെയുള്ള അക്രമമാണ്? ളുൽമൻ കസീറ, കബീറ, വലിയ പാപമാണ്. ഈ ധാരാളം തെറ്റ് ഞാൻ ചെയ്തു പോയി, എൻ്റെ നഫ്സിനോട് ഞാൻ അക്രമം ചെയ്തിട്ടുണ്ട്. വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, പാപങ്ങൾ പൊറുക്കുന്നവൻ അല്ലാഹുവേ നീ അല്ലാതെ മറ്റാരുമില്ല. ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക്, നിന്റെ ഭാഗത്ത് നിന്നുള്ള പാപമോചനം നീ എനിക്ക് നൽകണമേ. വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, നീ എനിക്ക് കരുണ ചൊരിയണം, നീയാണ് ധാരാളം പുറത്തു കൊടുക്കുന്നവൻ, നീ ധാരാളം റഹ്മത്ത് ചൊരിയുന്നവനാണ്, കരുണ ചൊരിയുന്നവനാണ് എന്ന് പ്രാർത്ഥിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടാണ് ചെയ്യുന്നത് ഈ പ്രാർത്ഥന പറയുന്നത്. ഹാദാ അബൂബക്കർ റളിയല്ലാഹു അൻഹു അൽ മുബശ്ശറു ബിൽ ജന്ന, അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടയാളാണ്. അഹബ്ബുർ റിജാലി ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വഅസ്ബഖുഹു ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ആദ്യമേ കടന്നു വന്ന മനുഷ്യനാണ്. ഖദ് അമറഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യസ്തഗ്ഫിർ, ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്, താങ്കൾ എന്ത് ചെയ്യണം? പാപമോചന പ്രാർത്ഥന നടത്തണം. വഹാദാ യദുല്ലു അലാ അന്നനാ ബിഹാജത്തിൻ ഇലാ മഗ്ഫിറത്തില്ലാഹി സുബ്ഹാനഹു വസത്രി, ഇത് അറിയിക്കുന്നത് നാം അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ്. അള്ളാഹുവിനോട് പാപമോചനം തേടാൻ, അള്ളാഹുവിന്റെ പാപമോചനത്തിന് നാം ആവശ്യക്കാരാണ്. അള്ളാഹു നമ്മെ മറച്ചു വെക്കേണ്ടതുണ്ട്. നമ്മുടെ ന്യൂനതകൾ അള്ളാഹു മറച്ചു വെച്ചേ തീരൂ. പാപമോചനത്തിന്റെ അർത്ഥം അതാണ്. അള്ളാഹുവേ, എന്റെ പാപങ്ങൾ നീ മറച്ചു വെക്കണമേ, ഞാൻ ചെയ്തിരിക്കുന്ന പാപങ്ങൾ കൊണ്ട് നീ എന്നെ വഷളാക്കരുത്, അവഹേളിക്കരുത്, നീ എനിക്ക് മറയിടണം. അതേപോലെ തന്നെ നിന്റെ റഹ്മത്തിനാൽ അതിന്റെ പ്രത്യാഘാതം എനിക്കുണ്ടാക്കരുത്. പാപം ചെയ്താൽ പ്രത്യാഘാതം ഉണ്ടാവും. ചിലപ്പോ കുടുംബത്തിലായിരിക്കും, വാഹനത്തിലായിരിക്കും, കച്ചവടത്തിലായിരിക്കും, ചിലപ്പോൾ മരണത്തിന് ശേഷം ഖബറിലായിരിക്കും, അല്ലെങ്കിൽ നരകശിക്ഷയായിരിക്കാം. അതിന് പ്രത്യാഘാതം ഉണ്ടാവും. ഇത് തീർച്ചയാണ്. ഉലമാക്കൾ പറയുന്നു, ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, പഴയ കാലത്ത് ഉണ്ടായിരുന്ന പല ധാന്യങ്ങളെക്കാളും ചെറിയ ധാന്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതിന് കാരണം മനുഷ്യൻ ചെയ്ത പാപങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. പഴയ കാലത്ത് ഉണ്ടായിരുന്ന പല ധാന്യങ്ങളും എന്ത് ചെയ്തു, ക്വാളിറ്റി കുറഞ്ഞുപോയി പുതിയ കാലത്ത്. അതിന്റെ കാരണം മനുഷ്യൻ ചെയ്ത പാപങ്ങളാണ് എന്ന് ധാരാളം ഉലമാക്കൾ പറയുന്നു. പല സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നു. അപ്പോൾ പാപത്തിന്റെ പ്രത്യാഘാതം പല രീതിയിൽ ചെയ്യും മനുഷ്യരിലുണ്ടാവും. ഒരാൾ ഒരിക്കൽ എന്ത് ചെയ്തു, സഹാബികളിൽപ്പെട്ട ഒരു സഹാബി ഒരു യുദ്ധാർജിത സമ്പത്തിൽ നിന്ന് ഒരു പുതപ്പിന്റെ കഷ്ണം എന്ത് ചെയ്തു, അപഹരിച്ചെടുത്തു. അതിന്റെ പേരിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു ഖബറിൽ. സഹാബികൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്, അവർ തെരഞ്ഞെടുത്തവരാണ്. പക്ഷെ അതിന്റെ പ്രത്യാഘാതം ഉണ്ടാകും എന്നുള്ളതാണ്. അള്ളാഹു
പാപങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അതിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. അപ്പോൾ പാപം ചെയ്താൽ പ്രത്യാഘാതം ഉണ്ടാവും. അതിന്റെ ആ പ്രത്യാഘാതത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തുക, അത് മറച്ചു വെക്കുക, ഇതാണെന്ത് ഇസ്തിഗ്ഫാറിന്റെ ഏറ്റവും കാതൽ. അപ്പൊ ഇതാ മദഹക്കന്നാസു, അതുകൊണ്ട് ജനങ്ങൾ നിന്നെ പ്രശംസിക്കുന്നുണ്ട് എങ്കിൽ ഫലാ തദുന്നു അന്നഹും യംദഹൂന ദാക, നിന്നെയല്ല അവർ പ്രശംസിക്കുന്നത് എന്ന് നീ മനസ്സിലാക്കണം. നീ കരുതണ്ട അവർ പ്രശംസിക്കുന്നത് നിന്റെ ശ്രേഷ്ഠത കൊണ്ടാണ്, നിന്റെ മഹത്വം കൊണ്ടാണ്, നിന്റെ റാത്തിനെയാണ്, നിന്റെ അസ്തിത്വത്തെയാണ് അവർ എന്ത് ചെയ്യുന്നത്, പ്രശംസിക്കുന്നത് എന്ന് നീ കരുതണ്ട. അല്ലാഹു അക്ബർ. വഇന്നമാ യംദഹൂന സത്റല്ലാഹിൽ ജമീൽ അല്ലദീ സതറക ബി, അല്ലാഹു നിന്റെ മുന്നിൽ മറയിട്ടിട്ടുണ്ട്. നീ ചെയ്യുന്ന തോന്നിവാസങ്ങൾ ജനങ്ങൾ കാണാതിരിക്കാൻ, നിന്റെ മാതാപിതാക്കൾ, നിന്റെ ഇണകൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, മക്കൾ, അയൽവാസികൾ, അവർ കാണാതെ അള്ളാഹുവാണ് മറച്ചു വച്ചിരിക്കുന്നത്. നിന്റെ പാപങ്ങളെ അള്ളാഹു മറച്ചു വച്ചിരിക്കുകയാണ്, സംരക്ഷിച്ചിരിക്കുകയാണ്. ആ മറയാണ് ചെയ്യുന്നത് ജനങ്ങൾ കാണുന്നത്. നിന്റെ സുന്ദരമായ ഒരു മറ അള്ളാഹു നിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ആ മറ കണ്ടിട്ടാണ് ആളുകൾ നിന്നെ പ്രശംസിക്കുന്നത്, അല്ലാതെ നിന്റെ ക്വാളിറ്റി കണ്ടിട്ടല്ല. അതുകൊണ്ട് നിന്റെ ക്വാളിറ്റി കണ്ടിട്ടാണ് ആളുകൾ നിന്നെ പുകഴ്ത്തുന്നത്, പ്രശംസിക്കുന്നത് എന്ന് നീ തെറ്റിദ്ധരിക്കണ്ട എന്ന് ശൈഖ് അവർ പറയുകയാണ്. അപ്പോ പാപം സംഭവിക്കും മനുഷ്യന്മാർക്ക്, ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നൂഹ് അലൈഹിസ്സലാമിന്റെ ദഅവത്ത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടുക, അള്ളാഹു നിങ്ങൾക്ക് സന്താനങ്ങളെ തരും, നിങ്ങളെ വരൾച്ച മാറ്റി തരും, നിങ്ങൾക്ക് സമൃദ്ധി തരും, നിങ്ങൾക്ക് അരുവികൾ ഒഴുക്കി തരും, മഴ വർഷിച്ചു തരും. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹിയോടാണ് അദ്ദേഹത്തോട് എന്ത് ചെയ്തു, പല ആവശ്യങ്ങൾ പറഞ്ഞിട്ട് ചില ആളുകൾ എന്ത് ചെയ്തു, ആവശ്യപ്പെട്ടു പരിഹാരത്തിന് വേണ്ടി. മക്കളില്ലാത്തവർ, കച്ചവടത്തിൽ പ്രയാസമുള്ളവർ, ദാരിദ്ര്യമുള്ളവർ, എല്ലാത്തിനും മറുപടി പറഞ്ഞത് ഇസ്തിഗ്ഫാർ ചെയ്യുക, അള്ളാഹുവിനോട് പാപമോചനം തേടുക എന്നുള്ളതായിരുന്നു. അതിന് മറുപടിയായി തെളിവായിട്ട് പറഞ്ഞെന്താണ്, നൂഹ് അലൈഹിസ്സലാമിന്റെ ദഅവത്താണ്. ഇസ്തിഗ്ഫാർ ചെയ്താൽ വലിയ അനുഭവങ്ങൾ ഉണ്ടാവും. കുട്ടികൾ ചെയ്യണം, സ്ത്രീകൾ ചെയ്യണം, പുരുഷന്മാര്, മുതിർന്നവർ എല്ലാവരും ഇസ്തിഗ്ഫാറിന്റെ മഹത്വം അറിയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് 100-ലധികം പ്രാവശ്യം ചെയ്യുമായിരുന്നു, ഇസ്തിഗ്ഫാർ ചെയ്യുമായിരുന്നു. ചില ഹദീസുകളെ ജംഅ ചെയ്തുകൊണ്ട് ഉലമാക്കൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 300ഓളം പ്രാവശ്യം ചെയ്യുമായിരുന്നു, ഒരു ദിവസം ഇസ്തിഗ്ഫാർ ചെയ്യുമായിരുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയധികം ഇസ്തിഗ്ഫാർ ചെയ്താലും മതിയാവുകയില്ല. ഇസ്തിഗ്ഫാർ വലിയ അത്ഭുതം ഉണ്ടാക്കുന്നതാണ്. എല്ലാവരും ഇസ്തിഗ്ഫാർ ചെയ്യുന്ന സ്വഭാവത്തിലേക്ക് വരണം. പ്രഭാതത്തിനും പ്രദോഷത്തിനും എല്ലാം പ്രത്യേകിച്ച് എന്ത് ചെയ്യണം, അള്ളാഹുവിനെ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന രാത്രിയുടെ അവസാന സമയങ്ങളിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, ഇടയത്താഴത്തിന്റെ സമയത്ത്, സുബഹിന് മുമ്പുള്ള സമയങ്ങളിൽ അവർ എന്ത് ചെയ്യുമായിരുന്നു, ഇസ്തിഗ്ഫാർ ചെയ്യുമായിരുന്നു. അപ്പൊ അമ്പിയാക്കൾ മുഴുവനും നടത്തിയ ദഅവത്തിൽ ഒന്നാണെന്ത്, ഇസ്തിഗ്ഫാർ ചെയ്യുക. ഒന്നാമത്തേത് തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്തേത് റസൂലിനെ അനുസരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് തഖ്വ പാലിക്കുക എന്നുള്ളതാണ്. നാലാമത്തേത് ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളതാണ്. വലി കലിമത്തി തൗഹീദ് റുക്നാനി, നമ്മുടെ ചോദ്യം കലിമത്തു തൗഹീദ് എന്താണെന്നുള്ളതാണ്. എന്താണ് കലിമത്തു തൗഹീദ്? അതിന്റെ അർത്ഥം എന്താണ്? കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന് റുക്നാനി, 2 റുക്നുകളുണ്ട്, 2 നിർബന്ധമായ ഘടകങ്ങൾ അതിലുണ്ട്. ഏതാണത്? ലാ തസ്തഖീമു ഇല്ലാ ബിഹിമ. ആ 2 റുക്നില്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല, അത് നിലനിൽക്കുകയില്ല. ഏതൊക്കെയാണത്? ഒന്ന് അന്നഫിയു, 2 വൽ ഇസ്ബാത്തു. അന്നഫിയു വൽ ഇസ്ബാത്ത്, നഫിയും ഇസ്ബാത്തുമാണ്. നഫി എന്ന് പറഞ്ഞാൽ നിരാകരണമാണ്, നിഷേധിക്കലാണ്. ഇസ്ബാത്ത് എന്ന് പറഞ്ഞാൽ സ്ഥിരീകരണമാണ്. ഫലാ ഇലാഹ, ലാ ഇലാഹ എന്നുള്ളത് നഫിയുൻ ആമുൻ, പൊതുവായിട്ട് സകല ആരാധ്യരെയും എന്തിലാണ്, നിഷേധിക്കലാണ്. ഒരു ഇലാഹുമില്ല എന്ന് നിഷേധിച്ച് തള്ളലാണ്. വ ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ. ഇല്ലല്ലാഹ് എന്നത് ഇസ്ബാത്തുൻ ഖാസുൻ, പ്രത്യേകമായി ഇബാദത്തിനുള്ള അർഹത ആർക്ക് മാത്രം സ്ഥാപിക്കുകയാണ്, അള്ളാഹുവിനെ മാത്രം സ്ഥാപിക്കുകയാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളൂ. ഫലാ യക്ഫി അൻ യുഖാൽ ലാ ഇലാഹ, അപ്പോൾ ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ അത് മതിയാവുകയില്ല. ലിഅന്ന ഹാദാ നഫിയ യൻഫി ഉലൂഹിയ്യത മുത്ലഖൻ, കാരണം അത് എല്ലാ രീതിയിലും നിരുപാധികം ഇബാദത്തിനുള്ള അർഹത അല്ലെങ്കിൽ ഇലാഹ് ഇല്ല എന്ന് നിഷേധിക്കുകയാണ്. അത് ശരിയാവുകയില്ല. കമാ ലാ യക്ഫി അൻ യുഖാൽ അല്ലാഹു ഇലാഹു, അള്ളാഹുവാണ് ഇലാഹ് എന്ന് പറഞ്ഞാലും ശരിയാവുകയില്ല. അതുപോലെ അള്ളാഹുവാണ് ഇലാഹ് എന്നൊരാൾ വിശ്വസിച്ചു, അള്ളാഹു ഇലാഹാണ് എന്നൊരാൾ വിശ്വസിച്ചു, അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായിട്ടില്ല. അള്ളാഹു ഇലാഹാണെന്ന് മാത്രം വിശ്വസിച്ചാൽ പോരാ, അള്ളാഹു മാത്രമാണെന്ന് ഇലാഹ്, അള്ളാഹു അല്ലാതെ വേറൊരു ഇലാഹില്ല
എന്ന് വിശ്വസിക്കേണ്ടതുണ്ട്. ലിഅന്ന ഹാദാ ലാ യദുല്ലു അലാ തഫറുദിഹി ബിൽ ഉലൂഹിയ്യ. അല്ലാഹു ഇലാഹാണ്, അല്ലാഹു ആരാധ്യനാണ് എന്ന് പറഞ്ഞാൽ അത് എന്തിലേക്ക് അറിയിക്കുന്നില്ല? അല്ലാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹൻ എന്നുള്ളതിലേക്ക് അറിയിക്കുന്നില്ല. അല്ലാഹു മാത്രമാണ് ഇബാദത്തിന് അർഹൻ എന്ന് വിശ്വസിക്കുമ്പോഴാണ് ഉണ്ടാവുള്ളൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവുള്ളൂ. അല്ലാഹു മാത്രമാണ് അതിന് അർഹൻ എന്ന് ചെയ്യണം. പറയണമെങ്കിൽ ഈ രണ്ട് ഘടകങ്ങളും വേണം, നഫി വേണം, ഇസ്ബാത്ത് വേണം. അമ്മ ഇദാ ഖുൽനാ, അപ്പൊ നാം പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് രണ്ടും ചേർത്ത് പറഞ്ഞാൽ ഇസ്തഖാമ തൗഹീദ്, അവിടെ എന്ത് ചെയ്യും? തൗഹീദ് നിലനിൽക്കും. ഫനഫൈനാ ഇസ്തിഹഖാഖൽ ഉലൂഹിയ്യത്തി അൻ കുല്ലി മൻ സിവല്ലാഹ്, അത് മുഖേന അല്ലാഹു അല്ലാത്ത സകലർക്കും ഉലൂഹിയത്ത് നാം നിഷേധിക്കുകയാണ്. ഇബാദത്തിനുള്ള അർഹത അല്ലാഹു അല്ലാതെ ആർക്കും ഇല്ല എന്ന് പറയാണ്. അല്ലാഹുവിനല്ലാതെ ഉലൂഹിയത്ത് വേറെ ആർക്കുമില്ല എന്ന് പറയുന്നു. എന്നിട്ട് ഉലൂഹിയത്ത് ഇബാദത്ത് ചെയ്യപ്പെടാനുള്ളതായ അർഹത അല്ലാഹുവിൽ മാത്രമേ ഉള്ളൂ എന്ന് ചെയ്യുന്നു, സ്ഥാപിക്കുന്നു. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വൽ മഅന സ്വഹീഹു ലിലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്തു തൗഹീദിന്റെ ശരിയായ അർത്ഥം ലാ മഅബൂദ ഹഖ്ഖുൻ ഇല്ലല്ലാഹ്, ഇബാദത്തിന് യഥാർത്ഥത്തിലുള്ള അർഹത അല്ലാഹുവിനല്ലാതില്ല എന്നുള്ളതാണ്. ഹഖായ ഇലാഹ് ആര് മാത്രമേ ഉള്ളൂ? അല്ലാഹു മാത്രമേ ഉള്ളൂ. അല്ലാഹു ഇലാഹാണെന്ന് പറഞ്ഞാൽ പോരാ. അല്ലെങ്കിൽ ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാകുന്നു എന്നുള്ളതാണ്. ആരാധനക്കർഹൻ എന്നാണ് അല്ലാഹു എന്ന് പറഞ്ഞാൽ പോരാ. ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണ് ഉള്ളൂ എന്നുള്ളത് എന്ത് ചെയ്യണം? വരണം. കമാകാലത്താല ഇതെന്താണ്, ഇതാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയാൻ എന്താണ് നമുക്ക് തെളിവ്? പരിശുദ്ധ ഖുർആനാണ് അത് പറഞ്ഞത്. അല്ലാഹു പറയുന്നു ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ്, കാരണം അല്ലാഹുവാണ് ഹക്ക് എന്നുള്ളതാണ്. അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇബാദത്തിന് യഥാർത്ഥത്തിൽ അർഹൻ എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാന ഉലമാക്കൾ പറയുന്നുണ്ട്. കഴിഞ്ഞ ദർശനം പറഞ്ഞു അൽ ഇലാഹ് എന്നുള്ളതിൽ നിന്നാണ് അല്ലാഹു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇബാദത്ത് ചെയ്യപ്പെടാനുള്ളതായ അർഹൻ എന്നുള്ളതാണ്. അപ്പൊ അല്ലാഹുവാണ് ഹക്ക്, ഹക്കായി ഇബാദത്ത് ചെയ്യപ്പെടുന്നവൻ എന്നുള്ള അർഹത അല്ലാഹുവാണ്. അവന് പുറമെ അവർ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവർ എന്താണ്? ബാത്തിലാണ്, നിരർത്ഥകമായിട്ട് അർഹതയില്ലാതെ ഇബാദത്ത് ചെയ്യുന്നവരാണത്. അല്ലാഹുവാണ് ഏറ്റവും ഉന്നതൻ, ഏറ്റവും മഹത്വമുള്ളവൻ, വലിയവൻ. അപ്പൊ ഈ ആയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥത്തെ വിശദീകരിക്കുന്നതാണ്. അല്ലാഹുവാണ് ഹക്കായി ഇബാദത്ത് ചെയ്യപ്പെടേണ്ടവൻ അല്ലാഹുവാണ് എന്നാണ് അത് പറയുന്നത്. ഇനി ഇദാ അലിംത ഹാദാ തബയ്യന ലക ഖത്ഉ മൻ ഫസ്സറ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബിത്തഫ്സീറാത്തിൽ ബാത്തില. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്ന് നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ബാത്തിലായ തഫ്സീറുകൾ, അർത്ഥങ്ങൾ, വ്യാഖ്യാനങ്ങൾ നൽകിയ ആളുകളുണ്ട്. അതിന്റെ തെറ്റെന്താണ് എന്ന് എനിക്ക് ബോധ്യപ്പെടും. ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥല്ല മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. എന്നാൽ അതിന് വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ പറയുന്നവരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഏതുപോലെ കഖൗലി ബഅദിഹിം, ചില ആൾക്കാർ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഐ ലാ ഖാലിഖ ഇല്ലല്ലാഹ്, അതേപോലെ ഔ ലാ റാസിഖ ഇല്ലല്ലാഹ്, ഔ ലാ ഖാദിറ അലൽ ഇഖ്തിറാഇ ഇല്ലല്ലാഹ് എന്ന് പറയും. ഇത് ധാരാളം നമ്മുടെ നാടുകളിലെ ചില ആളുകൾ പറയുന്നു. അവരുടെ ദഅവത്തിന്റെ അടിസ്ഥാനം ഇതാണ്. അവർ പറയും അല്ലാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്, അല്ലാഹുവാണ് നമുക്ക് റിസ്ക് നൽകിയത്, നമുക്ക് മക്കളെ തന്നത് അല്ലാഹുവാണ്, കച്ചവടം നൽകിയത് അല്ലാഹുവാണ്, ബിസിനസ് നൽകിയത് അല്ലാഹുവാണ്. ഇതാണ് അവരുടെ ദഅവത്തിന്റെ കേന്ദ്രബിന്ദു. ഇതിലേക്ക് നിരന്തരം ആളുകൾ ക്ഷണിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ആ അള്ളാഹുവിന് മാത്രമേ നീ ഇബാദത്ത് ചെയ്യാവൂ, അള്ളാഹു അല്ലാത്തവർക്ക് നീ ഇബാദത്ത് ചെയ്യരുത് എന്നവർ എന്ത് ചെയ്യൂല, ദഅവത്ത് ചെയ്യൂല. അവരുടെ ദഅവത്ത് ഇതാണ്: അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹുവാണ് റിസ്ക് നൽകുന്നവൻ, അള്ളാഹുവാണ് എല്ലാ കഴിവുമുള്ളവൻ. ഇത് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിനെ കുറിച്ച് നീ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ അർത്ഥം എന്നാണ് അവർ വ്യാഖ്യാനിക്കുക. അത് തെറ്റാണ്. കാരണം എന്താണ് അത് തെറ്റാൻ കാരണം? വമിമ്മാ യദുല്ലു അലാ ബുത്ലാനി തഫ്സീരി ലാ ഇലാഹ ഇല്ലല്ലാഹ് ബിഹാദിഹിൽ മആനി. ഇതല്ല ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്നുള്ളതിലേക്ക് അറിയിക്കുന്നതാണ് അന്നൽ മുശ്രിക്കീനൽ അവാഇൽ, ഒന്നാമത്തെ മുശ്രിക്കീങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ, ഇസ്തക്ബറു അൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവരോട് പറയാൻ പറഞ്ഞാൽ അവർ അഹങ്കരിക്കും, അവരത് പറയൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിനെ അവർ എന്ത് ചെയ്യുമായിരുന്നില്ല, അംഗീകരിക്കുമായിരുന്നില്ല. എന്നാൽ കമാ ഫീ ഖൗലിഹി തആല, അല്ലാഹു തആല പറയുന്നത് പോലെ, ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ. അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ എന്ത് ചെയ്യുന്നു?
അവർ അഹങ്കരിച്ചു മാറിയും പറയുമായിരുന്നില്ല. എന്നാൽ ഇങ്ങനെയുള്ള മുശ്രിക്കീങ്ങളോട് മാ അന്നഹും കാനൂ യുഖിറൂന, എന്നാൽ അവർ അംഗീകരിച്ചിരുന്നു ബിഅന്ന അല്ലാഹു തആല ഹുവൽ ഖാലിഖ്, അല്ലാഹു ഖാലിഖാണ്, അവർ അംഗീകരിച്ചവരാണ്. അല്ലാഹുവിന്റെ റുബൂബിയ്യത്തിനെ കുറിച്ച് പറഞ്ഞാൽ അവർ എന്ത് ചെയ്യുമായിരുന്നു? സമ്മതിക്കുമായിരുന്നു. ഖുർആൻ പറയുന്നുണ്ട് വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ ലയഖൂലുന്ന അല്ലാഹ്, അവരോട് ആരാണ് ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത് എന്ന് താങ്കൾ ചോദിച്ചാൽ ഉറപ്പായിട്ടും അവർ പറയും അല്ലാഹുവാണ്. അപ്പോ ഖാലിഖാരാണ് എന്നുള്ളതായിരുന്നില്ല അവിടെ തർക്കമുണ്ടായിരുന്നത്. റിസ്ക് നൽകുന്നവൻ ആരാണ് എന്നുള്ളതിലല്ല തർക്കമുണ്ടായിരുന്നത്. അത് അവർക്ക് അംഗീകരിക്കുന്നതിൽ പ്രയാസം ഉണ്ടായിരുന്നില്ല. ഇബാദത്തിന് അർഹത യഥാർത്ഥത്തിൽ ആർക്കാണ്? അള്ളാഹുവോട് കൂടെ മലക്കിന് ദുആ ചെയ്യാമെന്നുള്ളതാണ് പ്രശ്നം. അള്ളാഹുവോട് കൂടെ വലിയനെ വിളിക്കാമായിരുന്നോ? അല്ലെങ്കിൽ ജിന്നുകൾക്ക് വിളിക്കാമായിരുന്നോ? അല്ലെങ്കിൽ മരങ്ങൾ, മക്കാ മുശ്രിക്കുകൾ ഇവർക്കൊക്കെ ഇബാദത്ത് ചെയ്തിട്ടുണ്ട്. മലക്കുകൾക്ക് ഇബാദത്ത് ചെയ്തിട്ടുണ്ട് ഖുർആൻ പറയുന്നുണ്ട്. അമ്പിയാക്കൾക്ക് ഇബാദത്ത് ചെയ്തതായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. ഔലിയാക്കൾക്ക് ഇബാദത്ത് ചെയ്തതായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ സ്വാലിഹീങ്ങൾക്ക് ഇബാദത്ത് ചെയ്തതായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. വൃക്ഷങ്ങൾക്കും കല്ലുകൾക്കും ഇതെല്ലാം ഖുർആൻ പറയുന്നുണ്ട്. അപ്പോ ഇബാദത്തിന്റെ അർഹത അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അള്ളാഹു അല്ലാത്ത ആർക്കും ഇബാദത്ത് കൊടുക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു പ്രസക്തി. ഇതിലായിരുന്നു തർക്കമുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതല്ല ലാ ഖാലിഖ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥ ഖാലിഖ് സൃഷ്ടാവ് അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല എന്നായിരുന്നുവെങ്കിൽ അവരെന്ത് ചെയ്യുമായിരുന്നില്ല? ഇതിന് അവർക്ക് പ്രയാസം ഉണ്ടാവുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ അവർക്ക് പ്രയാസം ഉണ്ടാവുമായിരുന്നില്ല. കാരണം അവർ അംഗീകരിക്കുന്ന കാര്യമായിരുന്നു അത്. ഇബാദത്ത് ദുആ ചെയ്യേണ്ടത് അള്ളാഹുവിന് മാത്രമാണ്, നേർച്ചകൾ അർപ്പിക്കേണ്ടത് അള്ളാഹുവിന് മാത്രമാണ്. ഇത് പറയുമ്പോഴാണത് അവർക്ക് പ്രയാസം. അപ്പൊ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ കൊടുക്കാവൂ എന്നുള്ളതായിരുന്നു അതിന്റെ ലക്ഷ്യം എന്നുള്ളതാണ്. വഖാല തആല അനിൽ മുശ്രിക്കീൻ, അതേപോലെ തന്നെ മുശ്രിക്കീങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു വത്തഖദൂ മിൻ ദൂനിഹി ആലിഹ, അവർ അള്ളാഹുവിനെ കൂടാതെ ആരാധ്യരെ സ്വീകരിച്ചു. ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ, അവരാകട്ടെ ആരാധ്യർ ഒന്നിനെയും സൃഷ്ടിക്കുന്നവരല്ല. അവർ ആരാധിച്ചുകൊണ്ടിരുന്ന അവരുടെ ആരാധ്യർ ഒന്നിനും സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് അവർക്കറിയാം. ഏതെങ്കിലും ചെറിയ വസ്തുക്കളെ പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരായിരുന്നു. വഹും യുഖ്ലഖൂൻ, ആ ആരാധ്യരാകട്ടെ സൃഷ്ടിക്കപ്പെട്ടവരാണ്, സൃഷ്ടികളായിരുന്നു അവരുടെ ആരാധ്യർ. വലാ യംലികൂന ലി അൻഫുസിഹിം ദർറൻ വലാ നഫഅ, അവരുടെ സ്വന്തം നഫ്സിന് തന്നെ ഏതെങ്കിലും പ്രയാസങ്ങളെ തടുക്കാനോ ഉപകാരം കൊണ്ടുവരുവാനോ അവരുടെ ആരാധ്യർക്ക് സാധിക്കുമായിരുന്നില്ല. വലാ യംലികൂന മൗതൻ വലാ ഹയാതൻ വലാ നുശൂറ, മരണവും ജീവിതവും അല്ലെങ്കിൽ പുനരുദ്ധാരണവും ഒന്നും അവരുടെ ഉടമസ്ഥതയിലല്ല. അങ്ങനെയുള്ള ആരാധ്യർക്കാണ് അവരെന്ത് ചെയ്തത്? ഇത് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് കഠിനമായ പ്രയാസങ്ങൾ വന്നാൽ അവരെന്ത് ചെയ്യുമായിരുന്നു? അള്ളാഹുവിനെ വിളിച്ച് ദുആ ചെയ്യുമായിരുന്നു. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കപ്പല് ആടി ഉലഞ്ഞ് മറയും എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ദഅവുല്ലാഹു മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുമായിരുന്നു. ഖുർആൻ പറയണതാണിത്. രക്ഷപ്പെടുത്തി കഴിഞ്ഞ് വീണ്ടും അവരെന്ത് ചെയ്യും? ലാത്തയിലേക്കും, ലാത്ത എന്ന് പറഞ്ഞ സാലിഹായ മനുഷ്യനായിരുന്നു, ആളുകൾക്ക് സേവനങ്ങൾ ചെയ്തിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ ചെയ്തു അദ്ദേഹത്തിന്റെ ഖബറിന് ചുറ്റും ഇഅ്തികാഫിരുന്നു ആളുകൾ. ഇതായിരുന്നു ലാത്തക്കുള്ള ഇബാദത്ത് എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. അപ്പോ ഇതായിരുന്നു പ്രശ്നം. വൽ മഖ്സൂദു ബിൽ ആലിഹത്തി ഫിൽ ആയ, അപ്പൊ ഈ പറയുന്ന ആയത്തിലുള്ള ആലിഹത്തുകൾ എന്ന് പറഞ്ഞാൽ, അവരുടെ ആരാധ്യർ എന്ന് പറഞ്ഞാൽ അൽ മഅബൂദാത്തു, ഇബാദത്ത് ചെയ്യപ്പെടുന്നവർ എന്നാണ് അർത്ഥം. വലൈസൽ ഖാലിഖീൻ, എന്തല്ല സൃഷ്ടാക്കൾ എന്നുള്ള അർത്ഥത്തിലല്ല. ഇവർ ഇബാദത്ത് ചെയ്തത് ഞങ്ങളെ സൃഷ്ടിച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണോ? അല്ല, അവരുടെ ആരാധ്യർ, അവർ ആരാധിച്ചു കൊണ്ടിരുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ്. ഫൽ അറബുല്ലദീന നസലൽ ഖുർആനു ബിലുഗതിഹിം യുഫസ്സിറൂനൽ ഇലാഹ്, ഖുർആൻ ആരുടെ മേലാണോ അവതരിപ്പിച്ചത് അങ്ങനെയുള്ള അറബികൾ അൽ ഇലാഹ് എന്നുള്ളതിനെ വ്യാഖ്യാനിച്ചത് ബിൽ മഅബൂദ് എന്നതാണ്, ആരാധ്യൻ എന്നുള്ള അർത്ഥത്തിനാണ്. വലാ യുഫസ്സിറൂനഹു ബിൽ ഖാലിഖ്, സൃഷ്ടാവ് എന്നുള്ള അർത്ഥത്തിനല്ല. സൃഷ്ടാവ് അല്ലാഹു അല്ലാതെ വേറെ ആരും ഇല്ല, അതല്ലായിരുന്നു അവരുടെ പ്രശ്നം. സൃഷ്ടാവ് അല്ലാഹു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അവർക്കറിയാമായിരുന്നു. അബിൽ റാസിഖ് അബിൽ ഖാദിർ അലൽ ഇഖ്തിറാ വനഹു ദാലിക. അപ്പോ അൽ ഇലാഹ് എന്നുള്ളത് റിസ്ക് നൽകുന്നവൻ എന്നോ അല്ലെങ്കിൽ സൃഷ്ടാവ് എന്നോ അല്ലെങ്കിൽ എല്ലാത്തിനും കഴിവുള്ളവൻ എന്നോ എന്നുള്ളതായിരുന്നില്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം എന്താണ്? ഇബാദത്തിന് അർഹതയുള്ളവൻ എന്നുള്ള അർത്ഥമാണ്. അത് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നുള്ളതായിരുന്നു. അപ്പൊ വൽ ഖത്ഉ ഹുവ തഫ്സീറു ലാ ഇലാഹ ഇല്ലല്ലാഹ് ബിലാ ഖാലിഖ ഇല്ലല്ലാഹ് ഔ ലാ റാസിഖ ഇല്ലല്ലാഹ്, അത് ഖത്ആണ്, പിഴവാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം സൃഷ്ടാവ് അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല എന്നല്ല. ഈ ആശയം ശരിയാണോ? ആശയം ശരിയാണ്, കുഴപ്പമൊന്നുമില്ല. അള്ളാഹു അല്ലാതെ സൃഷ്ടാവ് വേറെ ആരുമില്ല, അത് ശരി തന്നെയാണ്. അള്ളാഹു അല്ലാതെ റാസിക്കാരുമില്ല, ആശയം ശരിയാണോ? ശരിയാണ്. പക്ഷെ അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥമാണോ? അല്ല, അതാണ് പ്രശ്നം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്താണ്?
ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. ഇബാദത്തിന് അർഹത അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല എന്നുള്ളതാണ്. വഇൻ കാനത് ഹാദിഹിൽ ഇബാറത്തു ഹഖൻ ഫി ദാതിഹി, ഈ പറയുന്ന ഇബാദത്തുകളെല്ലാം യാഥാർത്ഥ്യമാണ്. അല്ലാഹു അല്ലാതെ റാസിഖില്ല ഖാലിഖില്ല എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഇത് ലാ ഖാലിഖ ഇല്ലല്ലാഹ് വലാ റാസിഖ ഇല്ലല്ലാഹ് ലാകിൻ അൽ മഖ്സൂദ് അന്ന ഹാദിഹിൽ ഇബാറത്ത് ലാ തസ്ലുഹു അൻ തകൂന തഫ്സീറൻ ലില്ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷേ ഈ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തഫ്സീറല്ല. അല്ലാഹു അല്ലാതെ ഖാലിഖില്ല, അല്ലാഹു അല്ലാതെ റാസിഖില്ല എന്നത് എന്തിന്റെ തഫ്സീറല്ല? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തഫ്സീറല്ല. യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തഫ്സീർ, അതിന്റെ വ്യാഖ്യാനം എന്താണ്? ഇബാദത്തിന് അർഹത അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇതാണ് 8ാമത്തെ ചോദ്യം. 9ാമത്തെ ചോദ്യം, അക്മിലിൽ ഹദീസ്, ഒരു ഹദീസ് പൂർത്തിയാക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അഹദിൻ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ആരും തന്നെ ഇല്ല, അവൻ എന്ത് ചെയ്തിരിക്കുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സാക്ഷ്യം വഹിച്ചു, അതേപോലെ മുഹമ്മദുൻ റസൂലുള്ളാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ് എന്നുള്ളതിന് എന്ത് ചെയ്തു? സാക്ഷ്യം വഹിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന്റെ ബാക്കിയാണ്. ഇതിന്റെ ബാക്കി സുദ്ഖം മിൻ ഖൽബി, എങ്ങനെയാണ് സാക്ഷ്യം വഹിച്ചത്? ഹൃദയത്തിൽ നിന്ന് സത്യസന്ധമായിട്ടാണ് അതിന് സാക്ഷ്യം പറഞ്ഞത് എങ്കിൽ ഇല്ലാ ഹറമഹു അല്ലാഹു അലന്നാർ, അല്ലാഹു അവനെ നരകത്തെ തൊട്ട് ചെയ്യും, നിഷിദ്ധമാക്കും. നിഷിദ്ധമാക്കിയിട്ടല്ലാതെ ഇല്ല. ആരെങ്കിലും സത്യസന്ധമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിന് സാക്ഷ്യം വഹിച്ചാൽ നരകം അവന്റെ മേൽ നിഷിദ്ധമാണ് എന്നുള്ളതാണ് ഹദീസ്. ഇതിന്റെ വിശദീകരണത്തിൽ ശൈഖ് പറയുന്നു, അഫാദ ഹാദൽ ഹദീസു അന്ന സിദ്ഖ ശർത്തുൻ മിൻ ശുറൂതി ഷഹാദത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ഹദീസ് പഠിപ്പിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ചില ഷർത്തുകളുണ്ട് എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, അവൻ അതിന്റെ നിബന്ധന പാലിച്ചിട്ടില്ല എങ്കിൽ നേരെ സ്വർഗ്ഗത്തിൽ പോകില്ല, നരകത്തിൽ രക്ഷപ്പെടൂല. അതിലെന്തുണ്ടെന്ന് ഇത് പഠിപ്പിക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ചില നിബന്ധനയുണ്ട് എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. ഫമൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വാദിഖൻ മിൻ ഖൽബിഹി, അപ്പൊ ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയത്തിൽ നിന്ന് സത്യസന്ധമായിട്ടാണ് പറയുന്നത് എങ്കിൽ, അപ്പൊ സുദ്ഖ് ഇതിന്റെ നിബന്ധനയാണ്. സത്യസന്ധത എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് പറയുമ്പോൾ പാലിക്കേണ്ട നിബന്ധനയാണ്, ഷർത്താണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഹറമഹുല്ലാഹു തആല അലന്നാർ, അല്ലാഹു തീരും നരകത്തെ തൊട്ട് അവനെ കാത്തു രക്ഷിക്കും എന്നുള്ളതാണ്. അപ്പൊ സുദ്ഖ് അത്യാവശ്യമാണ്. നമസ്കാരം ഇതിന് പല നിബന്ധനകളുണ്ടല്ലോ, 9ഓളം നിബന്ധനകളുണ്ട്. ഒരാള് വുളു എടുത്തിട്ടാണ് നമസ്കരിച്ചത്, ഇങ്ങനെയാണെങ്കിൽ നമസ്കാരം ശരിയാവുള്ളൂ. ശുദ്ധിയില്ലാതെ നമസ്കരിച്ച നമസ്കാരം എന്താവില്ല, ശുദ്ധി അവനുണ്ട്, പക്ഷെ അവൻ ചെയ്തിട്ടില്ല, ഔറത്ത് മറച്ചിട്ടില്ല. അപ്പോൾ ഒരു നിബന്ധന പാലിച്ചു, ഒരു നിബന്ധന പാലിച്ചില്ല, നല്ല പ്രശ്നമാണ്. അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പല നിബന്ധനകളുണ്ട്. ഈ നിബന്ധനകളെല്ലാം പാലിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ എന്തേ ഉള്ളൂ, അത് സ്വീകരിക്കുകയുള്ളൂ. ഇവിടെ ഈ ഹദീസ് പഠിപ്പിക്കുന്ന നിബന്ധന എന്താണ്? സത്യസന്ധത വേണം എന്നുള്ളതാണ്. നമ്മുടെ പള്ളിയിൽ നിന്ന് വന്നില്ല നമുക്ക് ഈ ചോദ്യത്തിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ദർസില്, കാരണം ചിലപ്പോൾ പൂർത്തീകരിക്കാൻ സാധിക്കില്ല കൗണ്ടർ, അപ്പോൾ അത് പ്രയാസമാകും. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ പൂർത്തിയാക്കാം. സല്ലല്ലാഹു തആല വസല്ലം അലാ നബിയിനാ മുഹമ്മദ് വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.